പൊയ്യാറമഠം ഓം ശ്രീ വിഷ്ണുമായി നമഃ. ഒരുപാട് പേര് എന്നോട് നേരിട്ട് സംസാരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എല്ലാ രാജ്യങ്ങളിൽ നിന്നും, വിദേശ രാജ്യങ്ങളിൽ നിന്നും, നമ്മളുടെ നാട്ടിലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ മലയാളികൾ തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ അവർക്ക് പൂജയുടെ ഭാഗമാവാനും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നും ആ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവർ വിളിക്കുന്നത്. ഇവിടെ നേരിട്ട് വരുന്ന ആൾക്കാർക്ക് നമ്മൾ ബുക്കിംഗ് ആയിട്ട് ഒരു ദിവസം 10 മുതൽ 25 പേർക്കാണ് കൊടുക്കുന്നത്. ഓൾറെഡി നമുക്ക് ഒരാഴ്ചത്തോളം ബുക്കിംഗ് ആണ് ഇപ്പോൾ. പിന്നെ ഹോമപൂജകളും കാര്യങ്ങളൊക്കെയും നമുക്ക് എല്ലാ ദിവസങ്ങളും നടക്കുന്നത് കൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ തന്നെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും നമ്മുടെ ആരോഗ്യവും കൂടി നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ ഓഫീസിലേക്ക് ഒരുപാട് കോൾസ് വരുന്നുണ്ട്. ഞങ്ങൾക്ക് എന്തായാലും അവിടെ നേരിട്ട് വരാൻ പറ്റില്ല, പക്ഷെ ഞങ്ങൾക്ക് പൂജയുടെ ഭാഗമാവണം, പൊയ്യാറമഠത്തിലെ വിഷ്ണുമായ സ്വാമിയുടെ അവിടെ വഴിപാടുകൾ നടത്തണം, അതെന്ത് വഴിപാടുകളാണെന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് പ്രശ്നപരിഹാരത്തിനും പരിഹാര പൂജകൾക്കൊക്കെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഓഫീസുമായിട്ട് നിങ്ങൾക്ക് 10 മണി മുതൽ 6 മണി വരെ നിങ്ങൾക്ക് വിളിച്ചാലായിട്ട് കിട്ടും. അദ്ദേഹത്തിന് വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ തന്നെ അദ്ദേഹം ആ നമ്പറിൽ തിരിച്ചു വിളിച്ചോളും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള കുറേ പൂജകളുണ്ട്. ആ പൂജകളുടെ ഇതിൽ നിങ്ങളുടെ ഫോട്ടോയും പേരും നാളും കൊടുത്താൽ സങ്കല്പ രീതികളിൽ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ പൂജകളും നമ്മൾ ചെയ്യുന്നതാണ്. വിശ്വാസമുള്ളവർ മാത്രം ഇതിൻ്റെ ഭാഗമാവുക. സാങ്കല്പ രീതിയിലാണ് നമ്മൾ പൂജകൾ ചെയ്യുന്നത്. നേരിട്ട് വരുന്നവർക്ക് ഒരിക്കലും നേരിട്ട് വരാൻ സാധിക്കില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ്, അവരുടെ അത്രയും അത്യാവശ്യം അവർ പറയുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ നിർബന്ധമായിട്ടും ഇടേണ്ട ഒരു സാഹചര്യം വന്നത്. അപ്പോൾ എല്ലാവർക്കും വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം കിട്ടുന്നത് ഞാനായിട്ട് തടയാനായിട്ട് പാടില്ല. നിങ്ങൾക്ക് വഴിപാടുകൾ ചെയ്യാം. നിങ്ങളാണ് അതിനു വേണ്ടിയിട്ടുള്ള പൂജകൾക്കുള്ള ചിലവുകൾ വഹിക്കുന്നത്. അത് നിങ്ങളുടെ സ്വന്തം താല്പര്യത്തോടു കൂടിയും സൗകര്യത്തോടു കൂടി ചെയ്യുക. എല്ലാവരും വിജയിക്കട്ടെ. എല്ലാവരുടെ ജീവിതത്തിലും വിഷ്ണുമായ സ്വാമിയുടെയും ചാത്തന്മാരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടക്കാനായിട്ട് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം.